ഹായ്, ഞാൻ നിങ്ങളോട് എല്ലാവരോടും ഒരു 10-12 ദിവസം മുമ്പ് ഒരു വീഡിയോ ചെയ്തപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പല വീഡിയോകളും ചെയ്തേച്ചിട്ട് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നടക്കാത്തവർക്ക് വേണ്ടിയിട്ട് മിഥുനമാസം 1-ാം തീയതി നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരും. ഞാൻ ആ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏത് ആഗ്രഹമാണോ, നിങ്ങൾക്ക് ഏത് കാര്യമാണോ നടക്കാതെ പോയത് ആ കാര്യം നടന്നിരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നാളെയാണ് മിഥുനം 1. അപ്പം ഞാൻ തലേ ദിവസവും നിങ്ങളോട് പറഞ്ഞാലല്ലേ നിങ്ങൾക്ക് ആ കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം അതിന് മുമ്പ് ആ വീഡിയോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതിന് മുമ്പായിട്ട് കുറച്ച് അത്യാവശ്യ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ 12 എന്നുള്ള വീഡിയോ ഇപ്പോഴും തരംഗമായിട്ട് യൂട്യൂബിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പല യൂട്യൂബർമാരും അതുപോലെ തന്നെ പല ജ്യോതിഷന്മാരും എടുത്ത് ആ വീഡിയോ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരിയാണ് എന്നോട് ഇത് പറഞ്ഞു തന്നേന്ന്. അത് പറയുന്നതിന് എനിക്ക് ഒരു കുഴപ്പമില്ല, അല്ലാതെ ഞാനായിട്ട് പ്രത്യേകിച്ച് നിർമ്മിച്ചെടുത്തതൊന്നുമല്ല. അപ്പം ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്ക് എന്ന് പറഞ്ഞത് കൊണ്ട് ഞാനത് ചെയ്തിട്ട് എനിക്കതിൻ്റെ അനുഭവം ഉണ്ടായതിന് ശേഷമാണ് ഞാനത് നിങ്ങളിലേക്ക് എത്തിച്ചത്. അത് പലരും പല രീതിയിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടാണ് ചെയ്യുന്നത്. എങ്കിലും നിങ്ങൾക്കൊക്കെ ഒരുപാട് ഗുണങ്ങളല്ല, നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നടന്നു കിട്ടുന്നുണ്ടോ അറിഞ്ഞതിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പം എങ്ങനെയേ ആയിക്കോട്ടെ, നിങ്ങൾ ചെയ്യുക, നിങ്ങളുടെ കാര്യങ്ങൾ നടക്കുക, അതിലൊരുപാട് സന്തോഷം. പിന്നെ ഇതിൻ്റെ അകത്ത് ഞാനൊരു മെയിൻ ഒരു കാര്യം പറയാൻ വന്ന എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ ഈ 12 എന്നുള്ള വീഡിയോ കണ്ടിട്ട് നമ്മുടെ ബോച്ചേറ്റി, അതായത് ബോബി ചെമ്മണ്ണൂരിൻ്റെ ഈ ടീം മേടിച്ചിട്ട് അവർക്ക് കഴിഞ്ഞ ദിവസം 1 ലക്ഷം രൂപ അടിച്ചു എന്നും പറഞ്ഞുകൊണ്ട് എന്നെ ഇൻസ്റ്റാഗ്രാമിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതായത് മിനിഞ്ഞാന്ന് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അതായത് ബുധനാഴ്ച. അപ്പം എനിക്കത് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. അപ്പം പറഞ്ഞു, ചേച്ചി ഞങ്ങൾക്കൊന്ന് ചേച്ചീനെ ഒന്ന് കാണാൻ വരണം, ഞങ്ങൾക്ക് ഒരുപാട് ആവശ്യമുള്ള ഒരു സമയത്താണ് ചേച്ചി ഈ കാശ് കിട്ടിയത്. ഞങ്ങൾക്ക് എവിടെന്നെങ്കിലും, ഞങ്ങൾ 1 ലക്ഷം രൂപയൊന്നും ആഗ്രഹിച്ചിട്ടില്ലായിരുന്നു, ഒരു 30,000 രൂപയെങ്കിലും ഞങ്ങൾക്കിപ്പോൾ തക്കാലം ആവശ്യത്തിന് കിട്ടണമെന്നും പറഞ്ഞാൽ പ്രാർത്ഥിച്ച് ഞങ്ങൾ ഇത് എഴുതിയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്നെ വിളിച്ച് പറയാൻ തോന്നിയ ആ ഒരു മനസ്സുണ്ടല്ലോ, അത് മാത്രം മതി, നിങ്ങൾ എന്നെ വരികയും കാണുകയും ചെയ്യണ്ട എന്ന് ഞാൻ അവരോട് ഉറപ്പായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം പറഞ്ഞു, പറ്റത്തില്ല ചേച്ചി വയലാറല്ലേ താമസിക്കുന്നത്, രജനി വയലാർ എന്ന് പറഞ്ഞാൽ അവിടെ ഒന്ന് തിരക്കിയാൽ ഞങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ, ഒന്നൊന്ന് കാണാൻ പറ്റുമെന്ന്. ഞാൻ ചോദിച്ചു, എന്താന്ന് ചോദിച്ചു. നിങ്ങൾ കാര്യം പറയും, അത് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞു. അപ്പോഴെന്നോട് പറഞ്ഞു, ഞങ്ങളുടെ ഒരു മനസ്സിന്, അല്ലെങ്കിൽ എൻ്റെ അമ്മ പറഞ്ഞു, ചേച്ചീനെ വന്ന് കണ്ടൊരു 10,000 രൂപയെങ്കിലും ചേച്ചിക്ക് അതിൽ നിന്ന് തരണം, അത് ഞങ്ങളുടെ ഒരു സന്തോഷമാണ്, ചേച്ചി മനസ്സായിട്ട് മേടിക്കണം, അമ്മച്ചി സുഖമില്ലാതിരിക്കുമല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ വലിയ മനസ്സ് ഞാൻ അംഗീകരിച്ചു. പക്ഷെ നിങ്ങൾക്ക് എനിക്ക് അങ്ങനെ തരണം എന്നുണ്ടെങ്കിൽ ആ കാശിന് ഞാനല്ല അർഹ. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഈ വീഡിയോ പറഞ്ഞു തന്നെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി, അവർക്ക് ഇപ്പോൾ ഒരു ഇച്ചിരി നല്ല ബുദ്ധിമുട്ടിലിരിക്കുന്ന ഒരു സമയമാണ്. അപ്പം നിങ്ങൾ ചോദിക്കും, അവർക്ക് 12 എഴുതാൻ മേലെ, നമുക്ക് ഗുണവും മേലെ ദോഷവും പറയാൻ മേലാത്ത ഒരവസ്ഥയാണല്ലോ. അവർക്ക് ഒരു മനുഷ്യരല്ലേ, പല രീതിയിലും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വരുമല്ലോ. അതുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് അങ്ങനെ എനിക്ക് തരണം എന്നുണ്ടെങ്കിൽ ഞാൻ അവളുടെ ഫോൺ നമ്പർ തരാം, നിങ്ങൾ ഗൂഗിൾ പേ ചെയ്ത് അവൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആ പറഞ്ഞ വാക്ക് അവർ മാനിച്ചു. ഇന്നലെ അവർക്ക് ഗൂഗിൾ പേയിൽ 10,000 രൂപ ഇട്ട് കൊടുത്തു. ചെന്നതിന് ശേഷം അവർ എന്നിട്ട് അവളെ വിളിച്ചു പറഞ്ഞു, ഇന്നത് പോണക്ക് രജനി ചേച്ചി പറഞ്ഞിട്ടാണ് അത് ഇട്ട് തരുന്നതെന്ന് പറഞ്ഞു. ഒരുപാട് സന്തോഷത്തോടെ എന്നെ വിളിച്ചു, എടോ മനുഷ്യ, ആ 10,000 രൂപയ്ക്ക് എനിക്ക് 10 ലക്ഷത്തിൻ്റെ വിലയുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. എനിക്കത് കേട്ടപ്പോൾ അതൊക്കെയല്ലേ നമുക്കൊരു സന്തോഷം. എൻ്റെ അമ്മച്ചിയുടെ വയ്യാഴിയും മറ്റു കാര്യങ്ങളൊക്കെ അതൊക്കെ അങ്ങനെ അങ്ങ് പൊക്കോളൂന്നേ, അതൊന്നും ഒരു പ്രശ്നമില്ലെന്നേ. ഇങ്ങനെ എനിക്ക് എന്തെങ്കിലും ഒരു ചെറിയ ഒരു സംഖ്യ എനിക്ക് കിട്ടും, എനിക്കത് മറ്റുള്ളവരും കൂടെ ഷെയർ ചെയ്യുന്നതിനോട് താല്പര്യം. എൻ്റെ ആദ്യത്തെ യൂട്യൂബ് വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് നാളൊന്നും ആയില്ല കേട്ടോ. നമ്മുടെ വയനാട്ടിലെ ദുരന്തം അറിയാമല്ലോ. അന്ന് എനിക്ക് ആദ്യത്തെ അല്ല 2ാമത്തെ പേയ്മെൻറ്റ് കിട്ടിയത് അതേപടി ഞാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്കാണ് കൊടുത്തിരുന്നത്. അന്നും ഞാനൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് അത് പറഞ്ഞിരുന്നു. ചെറിയ സംഖ്യകളാണേലും അതെന്നെ സംബന്ധിച്ച് എനിക്കതൊരു വലിയ സംഖ്യയായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ അതുള്ളതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ മറ്റൊരു കാര്യം എന്നോട് വന്ന് പ്രധാനമായിട്ടും ആൾക്കാർ, ചേച്ചിയുടെ സ്ഥലം വിൽപ്പന നടക്കുമ്പോൾ 5,000 രൂപ വെച്ച് 5 പേർക്ക് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ അന്ന് അങ്ങനെ ചെയ്തു, അതെങ്ങനെയാണ് വ്യൂസ് കൂടാൻ വേണ്ടിയിട്ടാണ്, അതിനെക്കുറിച്ച് പിന്നെ ഒരു അറിവും ഇല്ലല്ലോ, അതിനെക്കുറിച്ചൊന്നും എന്തിയാ പറയാത്തേന്ന് ചോദിച്ചു. അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞത് എന്താ, ഞാൻ എപ്പോഴും എല്ലാവരോടും പറയും, നിങ്ങളൊരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ഫുള്ളായിട്ട് കാണണേ എന്ന്. ജൂൺ മാസം അവസാനമാണ് എൻ്റെ ഈ സ്ഥലം എടുക്കാമെന്ന് പറഞ്ഞവർ വിദേശത്തു നിന്നും വരുള്ളൂ. അവർ വന്നതിന് ശേഷമാണ് എനിക്ക് ഈ കാശ് കിട്ടിയിട്ട് നിങ്ങൾ പറയുന്ന 5 പേർക്ക് ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞ് ഉറപ്പായിട്ടും ഞാനത് നടന്നിരിക്കും. അല്ലാണ്ട് ഞാൻ വ്യൂസ് കൂട്ടാനോ അല്ലെ നിങ്ങളെ കളിപ്പിക്കാനോട്ടോ വേണ്ടി പറയുന്ന ഒരു കാര്യങ്ങളും അല്ല കേട്ടോ. പിന്നെ
അതൊന്നും ഇങ്ങനെ ഞാൻ പറഞ്ഞു എന്നും പറഞ്ഞ് നിങ്ങൾ ആരും എന്നോട് പിണങ്ങുകയും ചെയ്യരുത് കേട്ടോ. നിങ്ങളുടെ സംശയങ്ങൾ തീർത്ത് തരുന്നതാണ്. അപ്പം ഇനിയും സമയം പോയിട്ടില്ല. നിങ്ങൾക്ക് ആർക്ക് വേണേലും 12 എന്നുള്ള വീഡിയോ ചെയ്യാൻ കേട്ടോ. ആരുടെ വേണേലും കണ്ടിട്ട് നിങ്ങൾ ചെയ്തോന്നേ, അതിനൊന്നും ഒരു കുഴപ്പമില്ല. പിന്നെ നാളത്തെ വീഡിയോയുടെ കാര്യം ഞാൻ പറയാം. ഇതൊരു ഇച്ചിരി റിസ്ക് ഉള്ള കാര്യമാണ് കേട്ടോ. രാവിലെ നമ്മളൊരു 5 മണിയൊക്കെ ആകുമ്പോഴത്തേനും എഴുന്നേക്കുക. നമ്മൾ കുളിക്കണം. നമ്മൾ കുളിച്ച് ശുദ്ധിയായിട്ട് വന്ന് ഇരുന്ന് നമ്മൾ ബെഡ്റൂമിൽ ഇരിക്കണ്ട. നമ്മൾ എവിടെയെങ്കിലും പുറത്ത് സിറ്റ് ഔട്ടിലോ ഒരു പ്രത്യേകിച്ച് ശല്യങ്ങളും ബഹളങ്ങളും ഒന്നുമില്ലാത്തടത്ത് വന്നിരിക്കുക. നമ്മൾ തലേദിവസം തന്നെ 3 കോയിൻ എടുത്ത് വെച്ചേക്കണം. 3 കോയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ രൂപ കോയിൻ എടുക്കുക. 3 കഷ്ണം വൈറ്റ് പേപ്പറും എടുത്ത് വെച്ചേക്കുക. എടുത്ത് വെച്ചിട്ട് നിങ്ങൾ ഹിന്ദുക്കളാണെങ്കിൽ പച്ചക്കർപ്പൂരം കത്തിക്കുക. ക്രിസ്ത്യൻസ് ആണെങ്കിൽ മെഴുകുതിരി, അത് നിങ്ങൾക്ക് ഏത് വേണേലും കത്തിക്കാം. അത് പച്ചയെന്നോ ചുവപ്പെന്നോ വെള്ളയെന്നോ ഒന്നുമില്ല. മറ്റു വിഭാഗത്തിൽപ്പെട്ടവർ നിങ്ങൾ എന്താണോ കത്തിക്കുന്നത് അത് നിങ്ങൾ കത്തിച്ചു വെക്കുക. കത്തിച്ചു വെച്ചിട്ട് എന്നാ കാണിക്കണം എന്നറിയാമോ? നമ്മൾ ഈ 3 കോയിൻ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ ഓരോ രൂപയുടെ, ഈ 3 പേപ്പറിലും നമ്മൾ ഓരോ കോയിൻ എടുത്ത് വെക്കുക. എന്നുവെച്ചിട്ട് നമ്മൾ തിരി കത്തിച്ചിട്ട് നമ്മൾ ഈ കോയിൻ ഇങ്ങനെ എടുത്ത് കയ്യിൽ പിടിക്കുക. ഉള്ളം കയ്യിൽ ഇങ്ങനെ വെച്ചിട്ട് കണ്ണടയ്ക്കരുത്. ഈ തിരിയലോട്ട് മാത്രം, കത്തുന്ന തീ നാളത്തേലോട്ട് കണ്ണിമ ചിമ്മാതെ നോക്കിയിരുന്നിട്ട് നിങ്ങളുടെ എന്ത് ആഗ്രഹമാണോ, അതായത് 3 ആഗ്രഹം നമുക്ക് ഓർക്കാം. ഈ 3 ആഗ്രഹവും ഇങ്ങനെ മനസ്സിൽ ഓർക്കുക. ആദ്യമേ ഒരാഗ്രഹം ഓർത്തു, തിരിയലോട്ട് തന്നെ നോക്കിയിരുന്ന 3 സെക്കൻഡ് നേരമെങ്കിലും കണ്ണ് ചിമ്മാതെ നമ്മൾ നോക്കിയിരിക്കണം ഈ തിരിയലോട്ട്. അപ്പൊ ഈ ആഗ്രഹം നമ്മൾ മനസ്സിൽ ഓർത്തു. ആ പൈസ എടുത്ത് മാറ്റി വേറൊരു സ്ഥലത്തോട്ട് വെച്ചു. വീണ്ടും നമ്മൾ അടുത്ത കോയിൻ എടുത്തു. 3 സെക്കൻഡ് നേരം ഇങ്ങനെ കണ്ണിമ ചിമ്മാതെ നമ്മൾ ഈ തിരിനാളത്തിലോട്ട് നോക്കിയിരിക്കുക. ഇരുന്ന് കഴിഞ്ഞിട്ട് നമ്മുടെ ആഗ്രഹം മനസ്സിൽ ഓർക്കുക. എന്താഗ്രഹമാണേലും മനസ്സിൽ പറയുക. പറഞ്ഞു പ്രാർത്ഥിച്ചിട്ട് വീണ്ടും അതും വെക്കുക. അടുത്തതും ഇതുപോലെ തന്നെ കോയിൻ എടുത്ത് കൈവയ്ക്കുക. 3 സെക്കൻഡ് നേരം കണ്ണിമ ചിമ്മാതെ ഈ തിരുനാളത്തേലോട്ട് നോക്കിയിരിക്കുക. അപ്പോഴും ആഗ്രഹം പറയുക. പറഞ്ഞു വെച്ച് കഴിഞ്ഞിട്ട് ഈ 3ഉം നമ്മൾ പൊതിഞ്ഞെടുത്തിട്ട് ഒരെണ്ണം, അതായത് 1 കോയിൻ പൊതിഞ്ഞത് നമ്മൾ എപ്പോഴും കൊണ്ട് നടക്കുന്ന നമ്മുടെ പേഴ്സിൽ വെക്കുക. അടുത്ത കോയിൻ പൊതിഞ്ഞെടുത്ത് നമ്മുടെ അലമാരിയിൽ വെക്കുക. അടുത്ത കോയിൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ തിരി കത്തിക്കുന്നുള്ള, നമ്മൾ സന്ധ്യ വിളക്ക് കത്തിക്കുന്നവരവിടെ കർത്താവിൻ്റെ രൂപം ഉള്ളിടത്ത്, അങ്ങനെ മറ്റുള്ളവരടുത്ത് ആദ്യമേ നമ്മൾ വെക്കേണ്ടത് നമ്മുടെ ഭഗവാന്റെ അടുത്ത് നമ്മൾ കൊണ്ടുപോയി വെച്ചിട്ട്, ഭഗവാനെ, നമ്മൾ 3 ആഗ്രഹമല്ലേ ഓർത്തത്, ഈ 3 ആഗ്രഹത്തിൽ നമ്മൾ ഏത് ആഗ്രഹമാണോ, ഭഗവാനെ എനിക്കിത് സാധിച്ചു തരണം ഇത്ര ദിവസത്തിനുള്ളിൽ എന്നും പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുക. അതും 21 ദിവസമാണ് ചെയ്യേണ്ടത്. രാവിലെ നമ്മൾ 5 മണിക്ക് എഴുന്നേറ്റ് കുളിച്ചു 5:30 നമ്മളിത് ചെയ്യണം. 6 മണിക്ക് ശേഷം നമ്മളിത് ചെയ്യാൻ നിൽക്കരുത്. നമ്മളിത് ഭഗവാനോട് പ്രാർത്ഥിച്ച് നമ്മൾ അവിടെ വെച്ചു. അടുത്തത് നമ്മൾ പ്രാർത്ഥിച്ച് എന്താഗ്രഹമാണോ സാധിച്ച്, നമുക്ക് ഒരുപാട് കടബാധ്യതകളുള്ളവരായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ സ്വർണം പണയം വെച്ചേക്കും തിരിച്ചെടുക്കാനായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ആരെങ്കിലും നമുക്ക് തരാനായിട്ടുള്ള, നമ്മൾ പ്രാർത്ഥിച്ച് നമ്മുടെ അലമാരിയിൽ വെക്കുക ഭദ്രമായിട്ട്. അടുത്ത കോയിനും ഇതുപോലെ പ്രാർത്ഥിച്ച് നമ്മുടെ കയ്യിൽ നിന്നും കാശ് ആറ്റിയിടരുത്. നമ്മൾ പോകുന്ന വഴിക്ക് അപകടങ്ങളൊന്നും ഉണ്ടാകരുത്. പ്രാർത്ഥിച്ച് നമ്മുടെ പേഴ്സിൽ വെക്കുക. ഈ പൈസ പിന്നെ 21 ദിവസത്തിന് നമ്മൾ കൈകൊണ്ടെടുക്കുകയോ തൊടുവോ ഉപയോഗിക്കുകയോ ചെയ്യരുത്. 21 ദിവസത്തിന് ശേഷം നമ്മൾ ഇതെടുത്ത് കാണിക്കവഞ്ചിയിൽ ഇടുന്നവർ കൊണ്ടുപോയി കാണിക്കവഞ്ചിയിൽ, നിങ്ങൾ എവിടെയാണോ വിശ്വസിക്കുന്നത് അവിടെ കൊണ്ടുവന്ന് നമ്മൾ കാണിക്കയായിട്ട് അർപ്പിക്കുക. പിന്നെ ഇതിൻ്റെ അകത്തൊരു കാര്യം ഞാൻ പറയാം. നമ്മൾ എല്ലാ ദിവസവും രാവിലെ 5 മണിക്ക് എഴുന്നേറ്റിട്ട് 5:30 ഈ തിരുനാളത്തെ കത്തിച്ച് ഈ തിരുനാളത്തെ നോക്കി 3 സെക്കൻഡ് കണ്ണടയ്ക്കാതെ നമ്മളിങ്ങനെ നോക്കിയിരുന്ന ശേഷം നമ്മൾ പ്രാർത്ഥിക്കുക. ഓരോ കോയിനും വെച്ചത് ഏതിനു വേണ്ടിയിട്ടാണോ ആ കാര്യം പറഞ്ഞ് പ്രാർത്ഥിക്കണം. ആദ്യമേ ഭഗവാന്റെ അടുത്ത് വെച്ചേക്കുന്ന കോയിൻ്റെ കാര്യം ഓർത്തിട്ട്, ഭഗവാനെ ഞാൻ ആ കോയിൻ അവിടെ സമർപ്പിച്ചേക്കുന്ന എൻ്റെ ഇന്ന കാര്യത്തിനാണെന്നും പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കണം. അടുത്തത് അലമാരി വെച്ചേക്കുന്ന കോയിൻ എന്ത് കാര്യത്തിനാണോ നമ്മൾ പ്രാർത്ഥിച്ച് അലമാരി വെച്ചേക്കുന്ന ആ കാര്യം ഓർത്ത് പ്രാർത്ഥിക്കണം. അടുത്തത് പേഴ്സി വെച്ചേക്കുന്ന കോയിൻ്റെ കാര്യം ഓർത്ത് പ്രാർത്ഥിക്കണം. ഇങ്ങനെ നിങ്ങൾ തെറ്റാതെ നിങ്ങൾ ചെയ്യണം. ഇങ്ങനെ ചെയ്താൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് 21 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഫലം കിട്ടും. ഫലം കിട്ടി എന്നും പറഞ്ഞ് 21 ദിവസം ചെയ്യാതിരിക്കുകയും ചെയ്യരുത് കേട്ടല്ലോ. അല്ലാതെ ഇനിയും വന്നിട്ട് നിങ്ങൾക്ക് എല്ലാവരുടെയും സംശയങ്ങൾ മാറില്ല. സംശയമുള്ളവർക്ക് വന്ന് കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഞാൻ നിങ്ങളുടെ സംശയങ്ങൾ തീർത്ത് തരുന്നതായിരിക്കും കേട്ടോ. അപ്പം എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പം നമുക്ക് കമൻറ്റ് ബോക്സിൽ കാണാം കേട്ടോ. കമൻറ്റ് ചെയ്യാൻ മറക്കല്ല. അപ്പം ടാറ്റാ, ബൈ ബൈ.